കാരണം ഈ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു എന്ന വാർത്ത സ്ഥിരീകരിച്ചതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള വനം മന്ത്രി കെ ശശീന്ദ്രൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമത്തേത്, ഇത് എങ്ങനെ മരണം സംഭവിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തും. അതിന് വെറ്ററിനറി ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സഹായമുണ്ടാകും. അതോടൊപ്പം തന്നെ അതിൽ വിജിലൻസിൻ്റെ ആൾക്കാരുണ്ടാകും, വൈൽഡ് ലൈഫിൻ്റെ ആൾക്കാരുണ്ടാകും, ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ ആൾക്കാരുണ്ടാകും. ഇങ്ങനെ 5 അംഗ സമിതിയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതിനു ശേഷം കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് നിയോഗിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയാണെങ്കിൽ ഈ സമിതിയെ വിപുലപ്പെടുത്തും. ഈ സമിതി മരണകാരണം സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തും. ഇനി ഈ പരിശോധന എങ്ങനെയാണ് എന്ന കാര്യമാണ്. ഈ പരിശോധന കേരളത്തിലെയും കർണാടകത്തിലെയും വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ചേർന്ന് സംയുക്തമായാണ് നടത്തുക. ഈ പരിശോധന പൂർണ്ണമായും സുതാര്യമായിരിക്കും, 100% സുതാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംശയത്തിനും ഇട നൽകാത്ത രീതിയിലായിരിക്കും അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുക. ഈ പരിശോധന നടത്തുന്നതിന് മുൻപേ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയൊരു തണ്ണീർക്കൊമ്പൻ ഇന്നലെ വരെ മാനന്തവാടി നഗരത്തെയും പരിസരങ്ങളിലെ ജനജീവിതത്തെയും സാരമായി ആശങ്കയിലാക്കിയ ആ അരിക്കൊമ്പനെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന കാര്യമാണ്. ആ കാര്യം പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അതിൻ്റെ ആരോഗ്യനില പൂർണ്ണമായും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്നൊരു സൂചന അദ്ദേഹം വാക്കുകളിലൂടെ നൽകിയത്. അതിനെ നിരീക്ഷിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, പരിശോധന നടത്തിയിട്ടില്ല എന്ന്. അതായത് അത് ഏതെങ്കിലും രീതിയിൽ രോഗാവസ്ഥയിലുള്ളതാണോ, ഏതെങ്കിലും രീതിയിൽ അതിന് മറ്റ് ശാരീരിക അവശതകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊന്നും തന്നെ വിശദമായ പരിശോധന നടത്തിയിട്ടില്ല. കാരണം അത്രമാത്രം സമ്മർദ്ദത്തിലായിരുന്നു ആ സമയത്തെ വനംവകുപ്പ്. പ്രത്യേകിച്ച് മാനന്തവാടി നഗരത്തിലുള്ള ആൾക്കാർ, പരിസരങ്ങളിലുള്ള കർഷകർ കൃഷി നശിപ്പിക്കുമോ എന്ന ആശങ്ക, വീടുകളിൽ മറ്റും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുമോ എന്ന ആശങ്ക, സർക്കാർ ഓഫീസുകളിൽ ഉൾപ്പെടെ അതിൻ്റെ പരിസരത്ത് കൂടി അത് യാത്ര ചെയ്തതായിട്ടുള്ള രാവിലത്തെ സംഭവം ഉണ്ടായതോടുകൂടി അത്തരത്തിലുള്ള ഒരു പ്രാഥമികമായ പരിഗണന, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന എന്ന് പറയുന്നത് ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നതാണ്. അങ്ങനെ ജനങ്ങളുടെ ആശങ്ക മുൻനിർത്തി കാര്യങ്ങൾ ചെയ്തപ്പോൾ വനംവകുപ്പുമായി പാലിക്കേണ്ട ഒരു കാര്യം അവിടെ ചോദിച്ചോട്ടെ. അതായത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വനംവകുപ്പ് എടുത്ത നടപടി എന്നാണ് പറയുന്നത്. ചില മൃഗസ്നേഹികളൊക്കെ പറയുന്നത് അതിനെ കാട് കയറ്റാമായിരുന്നില്ലേ, അതൊരു ഹാലൂസിനേഷൻ അവസ്ഥയിലായിരുന്നു, മയക്കുവെടിയേറ്റ ഒരു മയങ്ങിയ ഒരു അവസ്ഥയിലായിരുന്നു, അപ്പോൾ അതിനെ കാട് കയറ്റാൻ കഴിയുമായിരുന്നില്ലേ എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഈ പറഞ്ഞ പ്രദേശത്ത് നിന്ന് അടുത്തായിരുന്നോ വനം? അത് വിജയിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടി നടക്കാതെ വന്നതുകൊണ്ടാണോ മയക്കുവെടി വെക്കുക എന്നൊരു ദൗത്യത്തിലേക്ക് വനം വകുപ്പ് കടന്നത്? തീർച്ചയായും അതെ. കാരണം ആ സാധ്യത പരിശോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന 3 കുങ്കിയാനകളെ ഉച്ചയോടുകൂടി തന്നെ ഈ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു. വിക്രം ഉണ്ടായിരുന്നു, കോന്നി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, സൂര്യ ഉണ്ടായിരുന്നു. ഈ 3 കുങ്കിയാനകളെ ഉപയോഗിച്ച് ഇതിനെ ഈ 2 ആനകളുടെയും തടങ്കലിലാക്കി കാട് കയറ്റാൻ വേണ്ടി സാധ്യത പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധന വിജയിക്കില്ല എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മയക്കുവെടി വെക്കുകയല്ലാതെ മറ്റ് സാധ്യതകളില്ല എന്ന നിഗമനത്തിലേക്ക്, എന്നൊരവസ്ഥയിലേക്ക് വനം വകുപ്പ് എത്തിയത്. സ്വാഭാവികമായും മാനന്തവാടി നഗരം നമുക്കറിയാം. അവിടെ നിന്ന് വനത്തിലേക്ക് ഈ ആനയെ കയറ്റുക എന്ന് പറയുന്നത് ചെറിയ കുങ്കിയാനകൾ ഉപയോഗിച്ച് കയറ്റിവിടുക എന്നുള്ളത് ചെറിയൊരു ടാസ്ക് അല്ല, അല്ലെങ്കിൽ അത്രമാത്രം എളുപ്പമുള്ള ഒരു കാര്യമല്ല. ആ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വനത്തിലേക്ക് അതിനെ കഴിയൂ. കാരണം അത്രമാത്രം അകലം വനം ഈ ആനയുടെ കണ്ട ടെറൈനുമായി ഉണ്ട്. മാത്രമല്ല അത്രയും ദൂരം ഈ ആനയെ കൊണ്ടുപോകുമ്പോഴേക്ക് അത് ഏതെങ്കിലും ഇതിനേക്കാളും കൂടുതൽ ജനവാസമുള്ള കേന്ദ്രങ്ങളിൽ, അല്ലെങ്കിൽ പിന്നീട് അതിനെ പിടികൂടുന്നതിന് വേണ്ടിയോ രക്ഷിക്കുന്നതിന് വേണ്ടിയോ കാട് കയറ്റുന്നതിന് വേണ്ടിയോ സാധ്യമല്ലാത്തൊരു മേഖലയിലേക്ക് അത് എത്തിപ്പെടും എന്ന വിശദമായ റിപ്പോർട്ടിൻ്റെ, ശാസ്ത്രീയമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വലിയ റിസ്ക്കാണ്, അതിനേക്കാളും എളുപ്പമാണ് ഈ മയക്കുവെടി വെച്ച് പിടിക്കുക എന്നുള്ളൊരു നിഗമനത്തിലേക്ക്, എന്നൊരു തീരുമാനത്തിലേക്ക് സ്വാഭാവികമായും വനം വകുപ്പ് എത്തിയത്. ശരി സി കെ, എന്തായാലും കേരളത്തിൽ നിന്നുള്ള വനം വകുപ്പ് സംഘം രാംപുര ക്യാമ്പിൽ എത്തി എന്നുള്ള ഒരു വിവരം നമ്മുടെ കമല് പങ്കുവെക്കുന്നുണ്ട്. കേരള വനം വകുപ്പിന്റെ കൂടി സാന്നിധ്യത്തിലായിരിക്കും തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാംപുര ക്യാമ്പിൽ കർണാടക വനം വകുപ്പ് പൂർത്തീകരിക്കുക. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും എന്താണ് തണ്ണീർക്കൊമ്പന് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമാവുക.